ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ ഒരു പാത്രത്തിലോട്ടെ 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് 2-3 പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിനകത്തോട്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 1.5 സ്പൂൺ ഗരം മസാലയും ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു അരമണിക്കൂർ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് അതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ച ശേഷം അതിനകത്തോട്ട് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ച് കൊടുത്ത് അതൊരു 15 മിനിറ്റ് വേവിക്കാൻ വെക്കണം. അത് വെന്ത് വരുമ്പോഴത്തേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച കശുവണ്ടി അരച്ചത് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.